ഓക്കെ, GSTR1 എന്താണ്? മന്ത്ലി റിട്ടേൺ ഫോം ആണ് GSTR1. ഈ GSTR1ന്റെ പർപ്പസ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ആ മാസം എത്ര സെയിൽസ് നടന്നു, സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം കാണിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് GSTR1. ക്ലിയർ അല്ലേ? അപ്പോൾ GSTR1നകത്ത് സെയിൽസ് ഡീറ്റെയിൽസ് മാത്രമാണ് കാണിക്കേണ്ടത്. ഈ മാസം ഇത്ര സെയിൽസ് നടന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? GST ഡിപ്പാർട്ട്മെന്റിനെ ഓൺലൈനായിട്ട് അറിയിക്കുന്ന ഫോമാണ് GSTR1. ഓക്കെ, സോ സെയിൽസ് മാത്രമാണ് കാണിക്കേണ്ടതെങ്കിൽ പോലും ഈ GSTR1 ഒരു ഡീറ്റെയിൽഡ് ആയ ഫോമാണ്. സെയില് ബന്ധപ്പെട്ട കാര്യം കാണിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു GSTR1നകത്ത് കറക്റ്റ് പറഞ്ഞാൽ 23 ടേബിൾസ് വരുന്നുണ്ട്. 23 ടേബിൾ അടങ്ങിയ ഒരു ഡീറ്റെയിൽ ആയ സ്റ്റേറ്റ്മെന്റ് ആണ് GSTR1. ഈ 23 ടേബിൾസും സെയില് ബന്ധപ്പെട്ട പല രീതിയിൽ സെയിൽസ് നമുക്ക് കാണിക്കേണ്ടി വരും ഈ ഫോമിനകത്ത്. ഫോർ എക്സാമ്പിൾ, അതിൽ ഒന്നാമത്തെ ഞാൻ എല്ലാ ടേബിളും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, നമുക്കിതൊരു ഡെമോ ക്ലാസ് മാത്രമാണ്. സോ കുറച്ച് ടേബിൾസ് എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സിൽ വീണ്ടും എന്ത് ചെയ്യും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ B2B സെയിൽസ് ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് ഒന്നാമത്തെ ടേബിൾ. എന്താണ് B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് എന്നാണ്. ക്ലിയർ? B2B എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ടു ബിസിനസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ആ ഫുൾ ഫോമിനല്ല പ്രാധാന്യം. ഇവിടെ മനസ്സിലാക്കേണ്ടത് GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സെല്ലർ. ഓക്കെ, അപ്പൊ നമ്മൾ സെല്ലറാണ്, നമ്മുടെ ബിസിനസ് സ്ഥാപനം GST രജിസ്റ്റേർഡ് സ്ഥാപനമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെയിൽ ചെയ്യുന്നു. ആർക്ക് സെയിൽ ചെയ്യുന്നു? GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള കസ്റ്റമർക്ക്. ക്ലിയർ? നമ്മളെപ്പോലെ GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ സെയിൽസ് ഡീറ്റെയിൽസ് ആയിരിക്കണം GSTR1നകത്ത് വരുന്ന ഒന്നാമത്തെ ടേബിളായ B2B എന്ന ടേബിളിൽ കാണിക്കേണ്ടത്. ക്ലിയർ? അതായത് GST നമ്പർ ടു GST നമ്പർ ഉള്ള ഒരാൾ GST നമ്പർ ഉള്ള മറ്റൊരു കച്ചവടക്കാരന് സപ്ലൈ ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. ആ സെയിൽസ് ആണ് B2Bയിൽ കാണിക്കേണ്ടത്. ഇനി എന്താണ് B2B എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി B2B എന്ന ടേബിളിനകത്ത് എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽ ആണ് കാണിക്കേണ്ടത്. ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ക്ലിയർ? അതായത് ഇപ്പോ ഒരു മാസം ഒരു 10 സെയിൽസ് നടന്നു. ഈ 10 സെയിൽസും 10 വ്യത്യസ്തമായ രജിസ്റ്റേർഡ് കസ്റ്റമർക്കാണ് സെയിൽ നടത്തിയത്. അപ്പോ 10 B2B ബില്ല് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ ബില്ലും ഇവിടെ എന്ത് ചെയ്യുക? 1 ബൈ 1 കാണിക്കേണ്ടതാണ്. ഒരു ബില്ലെടുക്കുക, ആ ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോക്കി ടൈപ്പ് ചെയ്യുക. പ്രധാനമായിട്ടും ഒരു ബില്ലെടുത്തു, കസ്റ്റമറിന്റെ GST നമ്പർ നോക്കി ടൈപ്പ് ചെയ്തു, ഇൻവോയ്സ് നമ്പർ ടൈപ്പ് ചെയ്തു, അതുപോലെ അതിന് ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ടൈപ്പ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇൻവോയ്സ് ഡേറ്റ് ടൈപ്പ് ചെയ്തു, CGST, SGST, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഒരു ബില്ലിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? ഈ പറയുന്ന B2B എന്ന ടേബിളില് ബില്ല് നോക്കി ടൈപ്പ് ചെയ്യുക. ശേഷം സേവ് ചെയ്യുക. അടുത്ത ബില്ലെടുക്കുക, ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക, അടുത്ത ബില്ല്. അങ്ങനെ ഓരോ ഇൻവോയ്സും 1 ബൈ ഡാറ്റ എൻട്രി നമ്മൾ ചെയ്യണം. ഇതാണ് ഇൻവോയ്സ് വൈസ് ഡീറ്റെയിലിംഗ് ആവണം B2Bയിൽ കാണിക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോ നമ്മുടെ ബിസിനസ് സ്ഥാപനം GST രജിസ്റ്റേർഡ് ആണ്, അതും റെഗുലർ സ്കീം പ്രകാരം രജിസ്റ്റേർഡ് ആണ്.
എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും മന്ത്ലി GSTR1 എന്ന റിട്ടേൺ ഫയൽ ചെയ്യണം. GSTR1 എന്ന ഫോമിന്റെ ആവശ്യം ആ മാസം നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് അതോറിറ്റി അറിയിക്കാൻ വേണ്ടി ഉള്ളതാണ്. GSTR1 എടുത്താൽ അതിനകത്ത് 23 ടേബിള് ബോക്സ് കാണും. ആ 23 ടേബിളും സെയില് ബന്ധപ്പെട്ടത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ ഒന്നാമത്തെ ടേബിളിന്റെ പേരാണ് B2B. B2Bയുടെ ഫുൾ ഫോം ബിസിനസ് ടു ബിസിനസ് എന്നാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ നോക്കേണ്ടത് എന്താണ്? രജിസ്റ്റേർഡ് ആയിട്ടുള്ള GST നമ്പർ ഉള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിന് നടത്തിയ സെയിൽസ് ഡീറ്റെയിൽസ് ആണ് B2Bയിൽ കാണിക്കേണ്ടത്. അതെങ്ങനെ കാണിക്കും? ഓരോ ബില്ലും 1 by 1 ഡാറ്റ എൻട്രി ചെയ്യേണ്ടതാണ്. ക്ലിയർ? യെസ്. സോ രണ്ടാമത്തെ ടേബിൾ B2C ആണ്. മൂന്നാമത്തെ ടേബിൾ അതും B2C ആണ്. സോ B2C പറയും മുമ്പ് ഈ പറഞ്ഞ B2B നിങ്ങൾക്ക് ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ B2Bയിൽ? എനിക്ക് ചോദിക്കാം. സംശയമൊന്നും ഇല്ലെങ്കിൽ ഞാൻ B2C പറയാം. ഓക്കെ, ആർക്കും സംശയമില്ല, ആരും ചോദിക്കുന്നില്ല, എല്ലാവർക്കും ഓക്കെയാണ്. ഓക്കെ, ആർക്കും സംശയമില്ല, ക്ലിയർ ആണ്. ഓക്കെ. സോ B2C അതായത് B2Bന്റെ ഫുൾ ഫോം എന്താണ്? ബിസിനസ് ടു ബിസിനസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ B2C ഫുൾ ഫോം ബിസിനസ് ടു കസ്റ്റമർ എന്നാണ്. ബിസിനസ് ടു കസ്റ്റമർ എന്നാണ് B2Cന്റെ ഫുൾ ഫോം വരുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെല്ലർ നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്യുന്നു. ആർക്കാ സെയിൽ ചെയ്യുന്നേ? ടു അൺരജിസ്റ്റേർഡ്, GST രജിസ്റ്റേർഡ് അല്ലാത്ത അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. അത്തരം സെയിൽ ആയിരിക്കണം B2Cയിൽ കാണിക്കേണ്ടത്. ഓക്കെ. GST ഇല്ലാത്ത ഒരു കച്ചവടക്കാരനോ അല്ലെങ്കിൽ സാധാരണ ഒരു എൻഡ് കസ്റ്റമർക്കോ നടത്തിയ സെയിൽ ആയിരിക്കണം B2Cയിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അതാണ് B2C. ഓക്കെ. അതിൽ ഇവിടെ രണ്ടാമത്തെ ടേബിളും മൂന്നാമത്തെ ടേബിളും B2C ആണ്. നമുക്ക് രണ്ടാമത്തെ ടേബിളിനെ ഇങ്ങനെ വിളിക്കാം, B2C ലാർജ്. B2C ലാർജ് എന്ന് വിളിക്കാം. ഓക്കെ. മൂന്നാമത്തെ ടേബിളിനെ B2C സ്മാൾ എന്ന് വിളിക്കാം. B2C ലാർജും B2C സ്മാളും എന്ന് വിളിക്കാം. അപ്പൊ B2C എന്താണെന്ന് നമുക്കറിയാം. ഇനി അറിയേണ്ടത് ഏത് തരം B2C സെയിലാണ് B2C ലാർജിൽ കാണിക്കേണ്ടത്. ക്ലിയർ? അതുപോലെ ഏത് തരം B2C സെയിലാണ് B2C സ്മാളിൽ കാണിക്കേണ്ടത്. അതാ നമുക്കിനി അറിയേണ്ടത് ഇവിടെ. ക്ലിയർ അല്ലേ? യെസ്. B2C ലാർജിൽ കാണിക്കേണ്ടത് രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്ന B2C സെയിൽ ആയിരിക്കണം ലാർജിൽ കാണിക്കേണ്ടത്. ഒന്ന്, ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആവണം. അതായത് നമ്മൾ സെയിൽ ചെയ്യുന്ന ആ GST ഇല്ലാത്ത കസ്റ്റമർ ഉണ്ടല്ലോ, ആ കസ്റ്റമറിന്റെ സ്റ്റേറ്റ് മറ്റൊരു സംസ്ഥാനത്താവണം. നമ്മൾ കേരളത്തിൽ സങ്കല്പിക്കുക, നമ്മൾ സെയിൽ ചെയ്യുന്ന കസ്റ്റമറായ ആ GST ഇല്ലാത്ത കസ്റ്റമറിന്റെ സ്ഥലം മറ്റൊരു സ്റ്റേറ്റ് ആവണം. ഫോർ എക്സാമ്പിൾ ഇപ്പോ കർണാടകയിലുള്ള അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് നടത്തിയ സെയില് അങ്ങനെ പറയാൻ സാധിക്കണം. അതാണ് ഇന്റർ സ്റ്റേറ്റ്. മറ്റൊരു സ്റ്റേറ്റിലുള്ള അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് നടത്തിയ സെയിൽ ആവണം. ക്ലിയർ അല്ലേ? അപ്പോ ഒരു കണ്ടീഷൻ എന്താണ്? ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആവണം. പ്ലസ് സെക്കൻഡ് കണ്ടീഷൻ, ആ ഒരു സെയിൽ ഇൻവോയ്സ്, ആ ഇൻവോയ്സിന്റെ വാല്യൂ
വാല്യൂ മോർ ദാൻ 2.5 lakhs വരണം. ആ ഒരൊറ്റ ഇൻവോയ്സ് ആണ്, ആ ഒരൊറ്റ സെയിൽ ഇൻവോയ്സിന്റെ ടോട്ടൽ എമൗണ്ട്, ടാക്സ് ഇൻക്ലൂഡിങ് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് 2.5 ലക്ഷത്തിന് മേലെ, 2.5 ആവാൻ പാടില്ല, 2.5ക്ക് മേലെ വരണം. ഈ രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്ന B2C സെയിൽ ആയിരിക്കണം എവിടെ കാണിക്കേണ്ടത്? B2C ലാർജ് എന്ന രണ്ടാമത്തെ ടേബിൾ കാണിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇനി എങ്ങനെ കാണിക്കും ചോദിച്ചാൽ B2B എങ്ങനെ കാണിച്ചു അതുപോലെ കാണിക്കുക. എങ്ങനെ? ഇൻവോയ്സ് വൈസ് ഡീറ്റെയിലിംഗ് ആണ് ഇവിടെയും കാണിക്കേണ്ടത്. ഓക്കെ, ഇനി B2C സ്മാൾ എന്താ കാണിക്കുന്നേ? ഒരു B2C സെയില് അത് ലാർജ് അല്ല എങ്കിൽ, ലാർജ് അല്ലാതാവണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരാൻ പാടില്ല. ലാർജ് അല്ല എങ്കിൽ അത് സ്മാളിൽ കാണിക്കുക. അതായത് ലാർജ് അല്ലാത്തതൊക്കെ അതേഴ്സ്, ലാർജ് അല്ലാത്ത എല്ലാ B2C സെയിലും എവിടെ കാണിക്കുക? സ്മാളിൽ കാണിക്കുക. ക്ലിയർ അല്ലേ? ആ ലോജിക്ക വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? B2C ലാർജ് സംശയമുണ്ടോ? ഓക്കെ ആണോ? സംശയം ചോദിക്കാം. ഓക്കെ, ആർക്കും സംശയമില്ല, എല്ലാവർക്കും ക്ലിയർ ആണ്, ആരും ചോദിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും B2B ക്ലിയർ ആണ്, B2C ലാർജും ഓക്കെ ആണ് അല്ലെ? ആരും ചോദിക്കുന്നില്ല സംശയം? ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി B2C അതേഴ്സ് ആണെങ്കിൽ എങ്ങനെ കാണിക്കും? അതേഴ്സ് ആണ് എങ്കിൽ നമുക്ക് സമ്മറി കാണിച്ചാൽ മതി. സമ്മറി ഓഫ് ഓൾ സെയിൽ. ക്ലിയർ അല്ലേ? B2C അതേഴ്സിൽ വരിക ഏത് സെയിലാണ് നമുക്കറിയാം. ആ സെയില് ഇൻവോയ്സ് വൈസ് കാണിക്കേണ്ട ആവശ്യമില്ല, ടോട്ടൽ സമ്മറി കാണിച്ചാൽ മതി. ആ സമ്മറി എങ്ങനെ പ്രിപ്പയർ ചെയ്യും ചോദിച്ചാൽ സ്റ്റേറ്റ് വൈസ് ആൻഡ് ടാക്സ് റേറ്റ് വൈസ് സമ്മറി വേണം പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ വേണം കാണിക്കാൻ. അതായത് ഇപ്പോ കേരളത്തിലുള്ള അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് 5% GST റേറ്റ് വരുന്ന, ഉണ്ടോ? കേരളത്തിലുള്ള സ്റ്റേറ്റ് വൈസ് 5% ടാക്സ് റേറ്റ് വൈസ് ഒരു 10,000 രൂപയുടെ സെയിൽസ് നടത്തി. ഇതൊരു സമ്മറിയാണ്. ക്ലിയർ അല്ലേ? സ്റ്റേറ്റ് വൈസ് ആൻഡ് ടാക്സ് റേറ്റ് വൈസ് സമ്മറിയാണ്. അതുപോലെ വീണ്ടും പറയുന്നു, കേരളത്തിനകത്തുള്ള അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് 12% GST റേറ്റ് വരുന്ന 25,000 രൂപയുടെ സെയിൽസ് നടത്തി. ഇവിടെ കസ്റ്റമറിന്റെ സ്റ്റേറ്റ് കേരള സെയിം ആണെങ്കിൽ പോലും ടാക്സ് റേറ്റ് വ്യത്യാസമാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് സമ്മറി കാണിക്കണം. ക്ലിയർ അല്ലേ? അടുത്ത് കർണാടക സംസ്ഥാനത്തുള്ള അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് 5% GST റേറ്റ് വരുന്ന ഒരു 12,000 രൂപയുടെ സെയിൽസ് നടത്തി. ഇവിടെ നോക്കിയേ, നേരത്തെ കാണിച്ച 5% ആണെങ്കിൽ പോലും കസ്റ്റമറിന്റെ സ്റ്റേറ്റ് കർണാടകയാണ്. അപ്പോ പ്രത്യേകം സമ്മറി വേണം. അങ്ങനെ സ്റ്റേറ്റ് വൈസ് ആൻഡ് ടാക്സ് റേറ്റ് വൈസ് സമ്മറി പ്രിപ്പയർ ചെയ്ത് വേണം എന്ത് ചെയ്യാൻ? GSTR 1 മൂന്നാമത്തെ ടേബിളായ B2C സ്മാൾ അതിൽ കാണിക്കേണ്ടത്. ക്ലിയർ ആണോ? യെസ്. B2C ലാർജും B2C സ്മാളും ഓക്കെ ആണോ? റെഡി അല്ലേ? ഓക്കെ.
ആർക്കും ഒന്നും ചോദിക്കില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഞാനിപ്പോ ഒരു 5 വർഷമായിട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്, GSTയുടെ കണ്ടിന്യൂസ് ആയിട്ട്. അതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയ പഠിപ്പിച്ചിട്ട് ഒരാൾ ഡൗട്ട് ചോദിക്കാത്തത്. സോ എന്തായാലും ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ നേരത്തെ കേട്ട് പരിചയമുള്ളതായിരിക്കും. സോ ആർക്കും ഡൗട്ട് ഇല്ല, എല്ലാവരും ഓക്കെയാണ്. സോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ബഫിൻ B2C3 വൺസ് മോർ. ബഫിൻ ഒന്ന് ഓഡിയോ പറയാമോ? അതിൽ എന്താണ് കൺഫ്യൂഷൻ വന്നത്? B2C അതേഴ്സിൽ സമ്മറി, ഈ സമ്മറിൽ എന്താണ് കൺഫ്യൂഷൻ വന്നതെന്ന് പറയാമോ? ഇതില് കേരളത്തിന്റെ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. കർണാടക വന്ന് 5,000 ഇതിന് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ഇപ്പൊ താങ്കൾ ലാസ്റ്റ് ഓഡിയബിളായില്ല. അതായത് താങ്കൾ ബഫിന്റെ സ്റ്റേറ്റ് കേരളത്തിലാണ് സങ്കല്പിക്കുക. ബഫിന്റെ ഷോപ്പ്, ബിസിനസ് സ്ഥാപനം കേരളത്തിലാണ്. അപ്പൊ ബഫിൻ എന്ത് ചെയ്യുന്നു? കേരളത്തിൽ തന്നെയുള്ള GST ഇല്ലാത്ത സാധാരണ കസ്റ്റമർക്ക് സെയിൽ നടത്തുമല്ലോ, ആ സെയിൽസ് എമൗണ്ട് ആണ്. അപ്പോൾ അത് താങ്കൾ ഇപ്പോൾ ഒരു മൊബൈൽ ഷോപ്പാണ്, മൊബൈൽ ഫോൺ സെയിൽ ചെയ്യുന്നു. ഓക്കെ, മൊബൈൽ ഫോണിന്റെ GST റേറ്റ് 5 ആണ് സങ്കല്പിക്കുക. അപ്പോൾ താങ്കളുടെ മൊബൈൽ ഷോപ്പിൽ വരുന്ന കസ്റ്റമർക്ക് താങ്കൾ സെയിൽ ചെയ്യുന്നു. അപ്പൊ താങ്കൾ പറയും കേരളത്തിൽ തന്നെയുള്ള കസ്റ്റമർക്കാണ് 5% GST റേറ്റ് വരുന്ന ഗുഡ്സ് സെയിൽ ചെയ്തു, അല്ലേ? അതൊരു സമ്മറിയാണ്. ഓക്കെ, ആ ലോജിക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് താങ്കൾ മൊബൈൽ ഫോണിന്റെ കൂടെ ചാർജർ സെയിൽ ചെയ്യുന്നു. ചാർജർ സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ചാർജറിന്റെ റേറ്റ് 12 ആണ്. അപ്പൊ താങ്കൾ പറയും ആ കേരളത്തിലുള്ള അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് 12% GST റേറ്റ് വരുന്ന ചാർജർ സെയിൽ ചെയ്തു 25,000 രൂപയ്ക്ക്. സമ്മറിയാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് താങ്കൾ പറയുന്നു കർണാടകയിലുള്ള കുറച്ച് കസ്റ്റമർക്ക് ഞാൻ എന്ത് ചെയ്തു, 5% GST റേറ്റ് വരുന്ന മൊബൈൽ ഫോൺ സെയിൽ ചെയ്തു. അപ്പൊ പറയുന്നു കർണാടക സംസ്ഥാനത്തുള്ള കസ്റ്റമർക്ക് 5% GST റേറ്റ് വരുന്ന സെയിൽ നടത്തി 12,000 രൂപയ്ക്ക്. അതൊരു സമ്മറിയാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ് വൈസ് ആൻഡ് ടാക്സ് റേറ്റ് അനുസരിച്ച് സമ്മറി തയ്യാറാക്കി എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കണമെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് കർണാടക ഇൻട്രാ സ്റ്റേറ്റിലല്ലേ ശരിക്കും വരുന്നത്? അത് ഇന്റർ ആയതുകൊണ്ടാണ് സ്റ്റേറ്റ് എടുത്ത് കാണിച്ച്. ഓക്കെ അപ്പൊ അവിടെ കൺഫ്യൂഷൻ വേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ. ഇല്ല. കാരണം ഇന്റർ സ്റ്റേറ്റ് ആണ്. ഇൻവോയ്സ് എമൗണ്ട് 2.5 മേലെ ആണെങ്കിൽ എവിടെ കാണിക്കും? അത് ഇൻവോയ്സ് വൈസ് ആക്കി B2C ലാർജ് കാണിക്കും. ക്ലിയർ അല്ലേ? ലാർജിൽ കാണിക്കാം. അതെ. അതല്ലാതെയുള്ള ആ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് വരാതെയുള്ള എല്ലാ B2C എവിടെ കാണിക്കും? സ്മാളിൽ സമ്മറി കാണിച്ചാൽ മതി. ഓക്കെ 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 താങ്ക് ഓക്കെ. ഇതുപോലെ മറ്റ് സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഓപ്പൺ ആയിട്ട് ഡൗട്ട് ചോദിക്കാം. ഓക്കെ. സോ സംശയമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഈ 3 ടേബിൾ B2B, B2C ലാർജ്, B2C സ്മാൾ, ഈ 3 ടേബിളിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് 4-മത്തെയും 5-മത്തെയും മനസ്സിലാവത്തില്ല, അത് ഉറപ്പാണ്. സോ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡൗട്ട് ആർക്കില്ലല്ലോ? ക്ലിയർ. ഓക്കെ. സോ കണ്ടിന്യൂ ചെയ്യാം. അല്ല, എല്ലാവർക്കും പറയുന്ന കാര്യം ക്ലിയർ ആണോ? അതോ ചിലപ്പോ പറയുന്ന കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കാത്ത എന്നാണോ? എങ്കിൽ ഓപ്പണായി പറയാം, കാരണം എനിക്കത് മനസ്സിലാവത്തില്ല. നിങ്ങൾ പറയാതെ എനിക്കത് അറിയാൻ സാധിക്കില്ല. പറയുന്ന കാര്യം ക്ലിയർ ആവുന്നില്ല, ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ആരും ഒന്നും പറയുന്നില്ല. ബഫിൻ ക്ലിയർ ആണെന്ന് പറയുന്നു. മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നു.
സിയാസ് പറയുന്നു. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. സോ നാലാമത്തെ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം പറയത്തില്ല. ഞാൻ എന്തായാലും നമുക്ക് ടൈം കുറവാണ്. 4ഉം 5ഉം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, സോ നാലാമത്തെ നോക്കാം. ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് issued to registered customer. ഇനി അഞ്ചാമത്തെ ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് issued to unregistered customer. ക്ലിയർ? അതായത് നമ്മൾ ഒന്നാമത്തെ ടേബിൾ പറഞ്ഞു B2B സെയില്. ക്ലിയർ അല്ലേ? ആ B2B സെയിൽ എന്ന് പറയുമ്പോൾ എന്താ? രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് നടത്തിയ സെയില്. അതേ രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ കൊടുത്താൽ ആ ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്യേണ്ടത്? നാലാമത്തേൽ കാണിക്കേണ്ടത്. ഓക്കെ, യെസ്. ഇനി അപ്പൊ അതായത് അവിടെ മനസ്സിലാക്കേണ്ടത് എപ്പോ ആണ് നമ്മൾ സെല്ലറായ നമ്മൾ കസ്റ്റമർക്ക് ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് എപ്പോ കൊടുക്കും? ക്ലിയർ അല്ലേ? യെസ്. അതായത് നോർമൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എന്ത് കൊടുക്കും? സെയിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഈ അടുത്ത് അതുപോലെ സെയിൽ നടക്കുമ്പോൾ ടാക്സ് ഇൻവോയ്സ് കൊടുക്കും. അതുപോലെ ഏത് സാഹചര്യം വരുമ്പോഴാണ് ക്രെഡിറ്റ് നോട്ട് കൊടുക്കുന്നേ, ഡെബിറ്റ് നോട്ട് കൊടുക്കുന്നേ, അങ്ങനെ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു സെയില് നടത്തി. സെയില് 10,000 രൂപയ്ക്കാണ്. 10,000 രൂപയ്ക്ക് ഒരു സെയിൽ ചെയ്തു. ശ്രദ്ധിക്കുക. ഓക്കെ, 10,000 രൂപ, 500 രൂപ GST. ഓക്കെ, അപ്പോ ഞാൻ എന്താക്കി? സെയിൽ നടന്ന സമയത്ത് സെയിൽ ബിൽ ഇഷ്യൂ ചെയ്തു. അതായത് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ഞാൻ ആ കാര്യം എൻ്റെ സെയിൽ ബുക്കിൽ റെക്കോർഡ് ചെയ്തു. കാരണം എൻ്റെ അക്കൗണ്ട് ബുക്കാണ് സെയിൽ ലെഡ്ജർ ബുക്ക് അല്ലേ. എൻ്റെ സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. സെയിൽ നടന്നു 10,000 റെക്കോർഡ് ചെയ്തു. ഓക്കെ, കാരണം നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ ഒരു കാര്യം റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? അതിന് കറസ്പോണ്ടന്റ് ആയി ഒരു ഡോക്യുമെന്റ് വേണം. അപ്പൊ സെയില് 10,000 നടന്നു എന്ന് എന്റെ സെയിൽ ബുക്കിൽ റെക്കോർഡ് ചെയ്തു. അപ്പൊ അതിനെന്ത് വേണം? ഒരു ഡോക്യുമെന്റ് വേണ്ടേ? ആ ഡോക്യുമെന്റ് ആണ് ടാക്സ് ഇൻവോയ്സ്. 10,000 രൂപ കാണിക്കുന്ന സെയിൽ ബില്ല്, ടാക്സ് ബില്ല്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഞാൻ സെയിൽ നടത്തിയ ഒരു കസ്റ്റമർ, ഈ കസ്റ്റമർ എന്ത് ചെയ്തു? ഒരു 2 days കഴിഞ്ഞപ്പോ ആ 10,000 രൂപയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് നടത്തിക്കൊണ്ട് പോയ കസ്റ്റമർ 2 ദിവസം കഴിഞ്ഞപ്പോ അതിൽ 2,000 രൂപയുടെ ഗുഡ്സ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നു, റിട്ടേൺ കൊണ്ടുവരുന്നു. അപ്പൊ നമ്മുടെ പോയിന്റ് ഫീൽ എന്താ? നമ്മുടെ സെയില് റിട്ടേൺ ആയി. എത്ര? 2,000 റിട്ടേൺ ആയി. അങ്ങനെ ആ കസ്റ്റമർ റിട്ടേൺ ആയി കൊണ്ടുവരുന്ന ദിവസം നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഇന്നും 10,000 സെയിൽ നടന്നു. സെയിൽ ബുക്കിൽ അങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. സെയിൽ ബുക്കിൽ നിന്നും 2,000 രൂപ കുറയ്ക്കണ്ടേ? 2,000 രൂപ കുറയ്ക്കണം. അപ്പോ സെയിൽ ബുക്കിൽ പോയി 2,000 കുറച്ച് ബാക്കി 8,000 ആണ് സെയില് എന്ന് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒരു ഡോക്യുമെന്റ് വേണ്ടേ? യെസ്. അപ്പോ സെയിൽസിന്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2,000 രൂപ കാണിച്ചു കൊണ്ടുള്ള ഒരു ക്രെഡിറ്റ് നോട്ട് കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്യുക. ആ 2,000 രൂപ നമ്മൾ സെയിൽ ബുക്കിൽ 10,000 രൂപയുടെ കൂടെ മൈനസ് 2,000 എഴുതുക. നെറ്റ് സെയില് 8,000 എന്ന് എഴുതി വെക്കുക. നമ്മുടെ കയ്യിൽ 2 ഡോക്യുമെന്റ് ഉണ്ട്. ഒന്ന് ആദ്യം റൈസ് ചെയ്ത
10,000 രൂപയുടെ ടാക്സ് ഇൻവോയ്സ് പ്ലസ് ഇപ്പൊ റേസ് ചെയ്ത 2,000 രൂപയുടെ ക്രെഡിറ്റ് നോട്ട്, രണ്ടും കൂടെ ഒരുമിച്ച് പിൻ ചെയ്ത് കീപ്പ് ചെയ്യുക. നെറ്റ് എഫക്റ്റ് 8,000 സെയില്. ക്ലിയർ? ഇതാണ് ക്രെഡിറ്റ് നോട്ടിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതാണ് ക്രെഡിറ്റ് നോട്ടിന്റെ ആവശ്യം. ഓക്കെ, യെസ്. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ടത് സെയിൽസ് റിട്ടേൺ ആകുമ്പോഴാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക എന്ന് പറയാൻ പാടില്ല. കാരണം അത് ഒരു സാഹചര്യം മാത്രമാണ്. സെയിൽസിന്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. അങ്ങനെ പറഞ്ഞ് ശീലിക്കുക. കാരണം റിട്ടേൺ ആയത് ഒരു സാഹചര്യം മാത്രം. മറ്റൊരു സാഹചര്യം പറയാം. ഞാനിപ്പോ ഒരു 10,000 രൂപയുടെ സെയിൽ നടത്തി. എന്നാൽ സെയില് ബില്ല് റൈസ് ആക്കിയപ്പോൾ 10,000 കാണിക്കേണ്ട സ്ഥാനത്ത് ബൈ മിസ്റ്റേക്ക് ആയിട്ട്, ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് 11,000 കാണിച്ചു പോയി. 1,000 രൂപ അധികമായിട്ട് സെയിൽ ബില്ല് കാണിച്ചു പോയി. മിസ്റ്റേക്കാണ് അല്ലെ? എന്റെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട് ആ സമയത്ത്. ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം, 11,000 കാണിച്ച ബില്ല് ക്യാൻസൽ ആക്കിയിട്ട് ഫ്രഷ് ആയിട്ട് ഒരു 10,000 രൂപയുടെ ബില്ല് ഇഷ്യൂ ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇപ്പോ എന്താ പ്രശ്നം? 1,000 രൂപ കൂടിപ്പോയതല്ലേ? കുറച്ചാ പോരെ? 1,000 രൂപയ്ക്ക് ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. ക്ലിയർ? നെറ്റ് എഫക്റ്റ് എന്തായി മാറും? 10,000 രൂപ സെയിൽ എമൗണ്ട് ആയി മാറിക്കോളും. അപ്പോ 2 ഡോക്യുമെന്റ് ഉണ്ടാവും അല്ലെ? ഏതൊക്കെയാ? ഒന്ന് ആദ്യം റേസ് ചെയ്ത 11,000 രൂപയുടെ സെയിൽ ബില്ലും ഇപ്പൊ റേസ് ചെയ്ത 1,000 രൂപയുടെ ക്രെഡിറ്റ് നോട്ടും. രണ്ടും ഒരുമിച്ച് കീപ്പ് ചെയ്യുക. നെറ്റ് എഫക്റ്റ് 10,000 സെയിൽ എമൗണ്ട്. ക്ലിയർ? അപ്പോ സെയിൽസിന്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് നോട്ട്. ഒരു സെയില് 10,000 ആണ്. ഞാൻ സെയിൽ ബില്ല് റൈസ് ആക്കിയപ്പോൾ ബൈ മിസ്റ്റേക്ക്, ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് 10,000 കാണിക്കേണ്ട സ്ഥാനത്ത് 9,000 കാണിച്ചു പോയി. മിസ്റ്റേക്ക് അല്ലേ? 1,000 രൂപ കുറഞ്ഞല്ലേ കാണിച്ചേ? യെസ്. 2 ഓപ്ഷൻ എന്താ? ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം, 9,000 കാണിച്ച ബില്ല് ക്യാൻസൽ ആക്കിയിട്ട് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാം, 10,000 രൂപയ്ക്ക് ബില്ല് റൈസ് ആക്കാം. പക്ഷേ അതിന്റെ ആവശ്യമില്ല. കാരണം 1,000 രൂപ കുറഞ്ഞു പോയതല്ലേ, അത് കൂട്ടിയേ മതി. സെയിൽസിന്റെ വാല്യൂ കുറഞ്ഞു പോയാൽ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ എന്ത് ചെയ്യുക? 1,000 രൂപയ്ക്ക് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. അപ്പോ 2 ഡോക്യുമെന്റ് ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് 9,000 രൂപയുടെ സെയിൽ ബില്ലും 1,000 രൂപയുടെ ഡെബിറ്റ് നോട്ടും. രണ്ടും ഒരുമിച്ച് പിൻ ചെയ്ത് കീപ്പ് ചെയ്യുക. നെറ്റ് എഫക്റ്റ് 10,000 സെയില്. ക്ലിയർ അല്ലേ? ഇതാണ് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും. ആരെ ഇഷ്യൂ ചെയ്യുന്ന? സെല്ലർ കസ്റ്റമർക്ക്. സെല്ലർ കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. അതാണ് എന്ത് ചെയ്യേണ്ടത്? GSTR 1 കാണിക്കേണ്ടത്. 4ാമത്തെ ടേബിളിൽ B2B സെയിൽ നടത്തിയ കസ്റ്റമറിലെ രജിസ്റ്റേർഡ്, അവർക്ക് നമ്മൾ കൊടുത്ത ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് കാണിക്കേണ്ടതാണ്. 5ാമത്തേല് അൺരജിസ്റ്റേർഡ് ആണ്. അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും B2C അല്ലേ? അതിൽ B2C ആണെങ്കിൽ പോലും B2C ലാർജ് ആണ് കേട്ടോ. B2C ലാർജിൽ നമ്മൾ കാണിച്ചില്ലേ സെയിൽസ്? ആ ഇന്റർ സ്റ്റേറ്റും 2.5 എബോ സെയിൽസ് ഇൻവോയ്സ് എമൗണ്ട്. ആ കസ്റ്റമർക്ക് കൊടുത്ത ഡെബിറ്റ് ക്രെഡിറ്റ് കൊണ്ട് മാത്രമാണ് 5ൽ കാണിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ സമ്മറി സെയിൽസ് കാണിച്ചില്ലേ, ഈ സെയിൽസ് നടത്തിയ കസ്റ്റമർക്ക് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം കാണിക്കാൻ വേണ്ടി ഒരു ടേബിൾ ഇവിടെ ഇല്ല. ഓക്കെ, അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ സമ്മറിയിൽ തന്നെ എന്ത് ചെയ്താൽ മതി? അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. സമ്മറിയിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് നോട്ട് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ഡെബിറ്റ് നോട്ട് ആണെങ്കിൽ കൂട്ടുക. അങ്ങനെ കാണിച്ചു പോയാൽ മതി. ഈ പറയുന്ന B2C ലാർജിൽ കാണിച്ച സെയിൽസ് നടത്തിയ കസ്റ്റമർക്ക് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ അത് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ 5ാമത്തെ ടേബിളിൽ കാണിക്കേണ്ടത്. ഓക്കെ ആണോ? യെസ്. ഈ 5 ടേബിൾ ഓക്കെ ആണോ? ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് സംശയമുണ്ടോ? ചോദിക്കാം.
Any doubts? Okay. സോ സംശയമില്ലെങ്കിൽ നമുക്ക് ഇത്രയും കാര്യമാണ് ഞാൻ ഇന്നത്തെ ഡെമോ ക്ലാസ്സിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ച പോയിന്റ് കേട്ടോ. നമ്മളിവിടെ ഈ പറയുന്ന GSTR 1 ആയിക്കോട്ടെ, 3B ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, ഏത് ഫോം ആയാലും ആദ്യം ആ ഫോമിനകത്ത് വരുന്ന എല്ലാ ടേബിളും പഠിക്കും. ഇപ്പൊ GSTR 1 23 ടേബിൾ എല്ലാം പഠിക്കും ഇതേപോലെ 1 by 1 by ആയിട്ട്. അതുപോലെ അതിനുശേഷമാണ് നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ GST സൈറ്റ് ഉണ്ട്, www.gst.gov.in. ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കയറി ലോഗിൻ ചെയ്ത് നമ്മൾ GSTR 1 എന്ന ഫോം എടുത്ത് ആ 23 ടേബിളിലും ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യാം, എങ്ങനെ ഫയൽ ചെയ്യുമെന്ന് പഠിക്കുക. അതുപോലെ GSTR 3B അതൊരു സമ്മറി ഫോമാണ്. അതിനകത്ത് 6 ടേബിളേ വരുന്നുള്ളൂ. അത് ആദ്യം പഠിക്കും. ശേഷമാണ് ആ ഫോം എടുത്ത് ഡാറ്റ ഫില്ല് ചെയ്യുക, ടാക്സ് പേയ്മെന്റ് ചെയ്യുക, ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ പഠിക്കുന്നത്. അതുപോലെ GSTR 9 ഇയർലി ഫോം ആണ്. അതിനകത്ത് 19 ടേബിൾസ് ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കും 1 by 1 by ഇതേപോലെ ഇത് പഠിക്കും. ക്ലിയർ അല്ലേ? ശേഷമാണ് സൈറ്റ് ഓപ്പൺ ചെയ്ത് ഫയലിംഗ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടും. ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമായിരിക്കത്തില്ല പറഞ്ഞു പോകുന്നത്. ഒരു റിട്ടേൺ ഫോം എടുത്താൽ അതിലുള്ള എല്ലാ ടേബിളും എല്ലാ റോയും, ഒരു ടേബിൾ എടുത്താൽ അതിൽ ഒരുപാട് റോസ് ഉണ്ടാവും. അതെല്ലാം എന്ത് ചെയ്യും? പഠിക്കും. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ GSTR 3B ആരെങ്കിലും ചെയ്യുന്നത് അറിയാമായിരിക്കും. ഒന്നാമത്തെ ടേബിൾ അതിൽ 5 റോയുണ്ട്. ടാക്സ് ഓൺ ഔട്ട്വേർഡ് സപ്ലൈ, എക്സ്പോർട്ട്, നിൽ റേറ്റ് എക്സംപ്റ്റ്, റിവേഴ്സ് ചാർജ് റിവേഴ്സ് ചാർജ് ടാക്സ് ലയബിലിറ്റി, നോൺ GST ഔട്ട്വേർഡ് സപ്ലൈ. അങ്ങനെ ഇപ്പോൾ ഓരോ റോയും എന്ത് ചെയ്യും? നമ്മൾ വ്യക്തമായിട്ട് എടുത്ത് പഠിക്കും. ഓക്കെ, യെസ്. സോ നമ്മുടെ ക്ലാസ് 20 days വരുന്നത് ക്ലാസ്. ക്ലിയർ? നമുക്ക് ഡെയിലി ഈ സെയിം ടൈമാണ് 9 PM to 10 PM ആണ് ക്ലാസ് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. ക്ലാസ് നമുക്ക് ലൈവ് ക്ലാസ് ആണെങ്കിൽ പോലും ഇത് റെക്കോർഡിങ്ങും ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ദിവസം ലൈവ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നാലും പ്രോബ്ലം ഇല്ല, റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഈ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തുമില്ല. ഇത് അൺലിമിറ്റഡ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തുമില്ല. ഓക്കെ, ദെൻ GSTയുടെ കംപ്ലീറ്റ് PDF നോട്ട്സ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF നോട്ട്സ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഈ കോഴ്സിന് നമുക്ക് ഫീ വരുന്നുണ്ട്. ഫീ നമുക്ക് 3000 ഫീ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യും. നാളെ വെനസ്ഡേ, നാളെ 17 അല്ലെ, 17th July നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, ജോയിൻ ചെയ്ത് ഈ GSTയുടെ എല്ലാ പ്രാക്ടിക്കൽസും സ്വന്തമായി ചെയ്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് നാളെ ഫീ പേയ്മെന്റ് ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ വേറെ ഉണ്ട്. ഓഫർ മീൻസ് വേറെ ഒന്നുമല്ല, നമുക്കറിയാം ഈ മന്ത് ഇൻകം ടാക്സ് ഒക്കെ ചെയ്യുന്ന അല്ലെ, ഇൻകം ടാക്സിന്റെ ഒക്കെ ഫയലിംഗ് സമയമാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് TDSന്റെ പ്രാക്ടിക്കൽ ഫയലിംഗ് ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്, മുമ്പ് എടുത്ത റെക്കോർഡഡ് ക്ലാസ്സസ് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇൻകം ടാക്സിന്റെയും TDSന്റെയും കംപ്ലീറ്റ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. തിയറിയും ഉണ്ടാകും, പ്രാക്ടിക്കലും ഉണ്ടാകും. ഓക്കെ, യെസ്. സോ ഇതാണ് ഇതിലെ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് അൺമ്യൂട്ടാക്കി ചോദിക്കാം. ബിജിമോൾ ചോദിക്കുന്നു, സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും എക്സാം ആയിട്ടൊന്നും കണ്ടക്ട് ചെയ്യുന്നില്ല, കോഴ്സ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മുടേത് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമല്ല, ഒരു ഓഡിറ്റ് ഫേം ആണ്. അപ്പൊ നമുക്ക് ഈ വർക്കിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ടാക്സിന്റെ ക്ലാസ് കൊടുത്തു പോകുന്നു. ഇപ്പൊ ബിസിനസ്സുകാർക്കും അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ടാക്സ് ഫയലിംഗ് അറിയത്തില്ലായിരിക്കും, ഇൻകം ടാക്സും TDSും GST ഒക്കെ. അത് അറിയാത്തവർക്ക് എന്ത് ചെയ്യുന്നു? അത് പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരു ഡിപ്ലോമ കോഴ്സ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമല്ല നമ്മുടേത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്.
സോ ഇതാണ് ഡീറ്റെയിൽസ് കേട്ടോ. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാം. ഓക്കെ. ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ക്ലാസ് റെക്കോർഡിംഗ് ആണ്. ഞാൻ ഇത് ക്ലാസ്സിന്റെ വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് നാളെ രാത്രി 9 മണിക്ക് കാണാം. സോ ഗുഡ് നൈറ്റ്. ഓക്കെ.